നമസ്കാരം. സിആറിനും എനിക്കും കൗതുകമുള്ളൊരു വിഷയം സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കണം. ഇപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഈ അജണ്ടകളൊക്കെ തന്നെ ഒരു കൊച്ചു പാർട്ടിയെ ആസ്പദിച്ചാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ വോട്ടർമാരിൽ 2% പോലും രണ്ടൊന്നുമില്ല ഇല്ല അല്ലെ. ജമാഅത്തെ ഇസ്ലാമിയാണ് വിഷയം. ആദ്യകാലത്ത് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവർ വെൽഫെയർ പാർട്ടി എന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ജമാഅത്തെ ഇസ്ലാമി വിരോധമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും LDFന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. അതേസമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ വേണ്ടത് മാത്രം ന്യായീകരിച്ചാൽ മതി, ആവശ്യത്തിലേറെ ന്യായീകരിക്കാൻ UDFും വിയർക്കേണ്ട കാര്യമില്ല. ഇത് രണ്ടും ഒരു പ്രധാനപ്പെട്ട ഇതിൽ എനിക്ക് തോന്നുന്നൊരു സങ്കടം, ഒരു പരാമർശം പോലും മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ അർഹിക്കാത്ത ഒരു വിഭാഗത്തിന് അവർ തീരുമാനിക്കുന്ന അജണ്ട, അവർക്ക് കിട്ടുന്ന ഫോക്കസ്, അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അപകടം. അപ്പോൾ ഈ സമയത്ത് സിആറിനോട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്, ഒരു പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹയാത്രികനായി എന്ന പേരിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഒരുപാട് പഴികേട്ട ഒരാളാണ് സിആർ, ഞങ്ങളൊക്കെ അത് അനുഭവിച്ചതാണ്. എന്നോട് പക്ഷെ ആളുകൾ അത്ഭുതത്തോട് ചോദിച്ചൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമി സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ എന്ത് സിആർ പോയി? ഞാൻ പറഞ്ഞു സിആർ പോയില്ല എന്ന് മാത്രമല്ല, സിആർ പിന്നെ ആം ആദ്മി പാർട്ടിയിലേക്കാണ് പോയത്. അപ്പോൾ സിആറിന്റെ പൊളിറ്റിക്സ് എപ്പോഴും സിആറിന്റെ ഒരു ആകാശം, അത് വേറൊരു സംഗതിയാണല്ലോ. എന്നാൽ സിആർ പരിസ്ഥിതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സോളിഡാരിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകളോട് സഹകരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന മൂവ്മെന്റ് എത്രത്തോളം അപകടകരമാണ്, ഒന്ന്. രണ്ടാമത്, ജമാഅത്തെ ഇസ്ലാമി എന്ന മൂവ്മെന്റ് കേരളം പോലെ ഒരു ബഹുസ്വര സംസ്കാരത്തിൽ എന്തുമാത്രം അസ്പൃശ്യമാണ്. രണ്ടും ചർച്ച ചെയ്യാലോ നമുക്ക്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന് നമ്മൾ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു എന്ന് പറയേണ്ടി വരും. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ വേറെയുണ്ട്, പാകിസ്ഥാനിൽ വേറെയുണ്ട്, കാശ്മീരിൽ വേറെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മൊത്തം രാഷ്ട്രീയം ഔദ്യോഗികമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ്. അത് AP നന്നായി അറിയാലോ, കേരളത്തിൽ അറിയാം. ഒരു മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ വോട്ട് ചെയ്തിട്ടില്ല. ഇല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആദ്യമായി വോട്ട് ചെയ്യുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള 77 ഇലക്ഷനാണ്. കാരണം അവർ RSSന്റെ കൂടെ CPMന്റെ കൂടെ അവരെ പിടിച്ച് ജയിലിലിട്ടു. 77 ഇലക്ഷനിൽ കോൺഗ്രസിനെ എന്നുവെച്ചാൽ അടിയന്തരാവസ്ഥക്കെതിരായി വോട്ട് ചെയ്യണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആദ്യമായി പറയുന്ന അവരുടെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ് അതാണ്. അതിനുശേഷം വളരെയേറെ കാലം ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ ഇടതുപക്ഷത്തിനാണ് പിന്തുണ നൽകിയത്. കാരണം ഞാൻ ഇടതുപക്ഷത്ത് നിന്ന ഒരാളാണ്. അന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമി അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയും, ചിലപ്പോൾ അവർ പറയും ഇന്ന മണ്ഡലത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും വ്യക്തിപരമായ മൂല്യങ്ങൾ നോക്കി ഞങ്ങൾ ഇന്ന മണ്ഡലത്തിൽ ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്യും. അതിൽ അധികം LDFനാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 96 എനിക്ക് തോന്നുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയ്ക്ക് അഭിനന്ദിച്ചുകൊണ്ട് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതും. ഗംഭീരമായ മുഖപ്രസംഗം. നമ്മളൊക്കെ ആവേശം കൊണ്ട് വേറൊന്നുകൊണ്ടല്ല. ഞാൻ ഒരു കാലത്തും മതരാഷ്ട്രവാദത്തിൻ്റെ ആളല്ല. ഞാനൊരു മതവിശ്വാസിയല്ല. ഒരു മതത്തിൽ വിശ്വസിക്കുന്നത് ചെറുപ്പത്തിൽ വളർന്ന മതമായിട്ടാണ്. പക്ഷെ ഞാൻ പൂർണ്ണമായും മതവും ജാതിയും അടക്കം മുഴുവൻ ആചാരങ്ങളും ഉപേക്ഷിച്ച ഒരാളാണ്. എൻ്റെ അച്ഛനമ്മയും മരിച്ചിട്ട് പോലും ഞാൻ ഒരു ആചാരവും ചെയ്തിട്ടില്ല. എൻ്റെ കല്യാണത്തിന് ചെയ്തിട്ടില്ല. എൻ്റെ മക്കളുടെ ഒരു ചടങ്ങ് ഞാൻ ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യൂല. അത് എൻ്റെ തീരുമാനമാണ്. മതപരമായ ഒരു ആചാരങ്ങളും ഞാൻ പങ്കെടുക്കില്ല. ക്ഷേത്രങ്ങളിൽ പോകും, അത് വേറെ പ്രശ്നം. അത് തൊഴാനൊന്നുമല്ല, കാണാൻ കാര്യങ്ങൾ അല്ല, ഉത്സവത്തിന് പോകും, അതൊക്കെ ഉണ്ട്. പക്ഷേ മതപരമായ ഒരു ആചാരത്തിൽ എനിക്ക് വിശ്വാസമില്ല. പക്ഷെ അതുകൊണ്ട് എൻ്റെ ഭാര്യ വിശ്വസിക്കരുതെന്നോ AP വിശ്വസിക്കരുതെന്നോ ഞാൻ പറയില്ല. അത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ വിദ്യാർത്ഥി വിഭാഗവും യുവജന വിഭാഗവും SIOവും സോളിഡാരിറ്റി, ഈ രണ്ട് സംഗതികൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അന്ന് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ജമാഅത്തിൽ നിൽക്കുന്ന കാലം ആലോചിക്കണം. കേരളത്തിലെ പാരിസ്ഥിതിക വിഷയങ്ങളിൽ മുഖ്യധാര രാഷ്ട്രീയക്കാർ മുഴുവൻ കൈയൊഴിഞ്ഞു. എനിക്കറിയാം, പ്ലാച്ചിമട പോലെ ഒരു വിഷയം കേരളത്തിൽ ഒരു ടെസ്റ്റ് ഡോസായി. പ്ലാച്ചിമടയിൽ കൊക്കോക്കോള വന്നപ്പോൾ കൊണ്ടുവന്നത് LDFന്റെ കാലത്താണ്. ഞങ്ങൾ സമരം തുടങ്ങുമ്പോൾ UDF ആണ് കേരളം കേരളം ഭരിക്കുന്നത്. 2001, 2002. ആ കാലത്ത് തീർച്ചയായും ആ സമരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്യാത്തൊരു ഘട്ടത്തിൽ ആ സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് സോളിഡാരിറ്റിയാണ്. വെള്ളം കൊണ്ടുവരിക, സമരത്തിനെ സഹായിക്കുക. അവർ വലിയ എണ്ണമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ SUCI പോലൊരു സംഘടനയാണ്. കുറച്ച് ആളേ ഉള്ളൂ, പക്ഷെ അവർ വളരെ മിലിറ്റൻ്റാണ്. SUCI അങ്ങനെയാണോ? SUCIക്ക് കേരളത്തിൽ ഇപ്പോൾ ആശാസമരം വന്നപ്പോൾ എല്ലാവരും SUCIയുടെ നേരെയാണ് എന്ന് പറഞ്ഞാൽ SUCIക്ക് ഇത്ര വലിയൊരു സമരം നടത്താൻ പറ്റുമോ? ഇത് പറയുന്നവർ ആലോചിക്കണ്ടേ? അപ്പോൾ പ്ലാച്ചിമട സമരം അതുപോലെ തുടങ്ങിയിട്ട് പിന്നെ നിരവധി സമരങ്ങൾ, കിനാലൂർ ഇതുമായി ബന്ധപ്പെട്ട സമരം,
വിളപ്പിൽശാല സമരം, ഇതിലൊക്കെ സോളിഡാരിറ്റി ഉണ്ടായിട്ടുണ്ട്, SUCI ഉണ്ടായിട്ടുണ്ട്. ഞാനിവർ രണ്ടുപേരുടെ കൂടെ സമരത്തിന് പോയിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പ്ലാച്ചിമടയിൽ നിന്ന് കൊക്കോകോള ഫാക്ടറി പൂട്ടിപ്പോവുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. പിന്നെ ഒരു കൊക്കോകോള ഫാക്ടറി കേരളത്തിൽ വരാൻ പാടില്ല. വെള്ളം വ്യാപാരത്തിനുള്ളതല്ല, അതാണ് ഒരു കാര്യം. ഒരു ബഹുരാഷ്ട്ര കുത്തകയ്ക്ക് വ്യാപാരത്തിനുള്ളതല്ല. അതിനോട് ചോദിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ CPM വന്നു. ആ സമരത്തിൽ CPM വന്നു, എല്ലാവരും വന്നു. മേധാ പട്കർ വന്നപ്പോഴുകൂടി ബേബി വന്നു, കൃഷ്ണദാസ് വന്നു, ഇസ്മായിൽ വന്നു. ഇതൊക്കെ ഒരു വേദിയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. വീരേന്ദ്രകുമാർ പിന്നെ അതിന് ശക്തമായിട്ട് വന്നു. അങ്ങനെ പ്ലാച്ചിമട സമരത്തിൽ ഇവരും ഉണ്ടായി. അത് കഴിഞ്ഞു 2006 ഇടതുപക്ഷത്തിനെ തന്നെയാണ് വോട്ട് ചെയ്തത്. കാരണം അച്യുതാനന്ദൻ ഒരു പരിസ്ഥിതി സംരക്ഷകനാണ്, സ്ത്രീ സംരക്ഷകനാണ് എന്ന അർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ തന്നെ നിന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ CPM-ന് ജമാഅത്തെ വിരോധം ഉണ്ടായിരുന്നില്ല. ശരിയാണ്, അതാണ് അത്ര പ്രകടമായില്ല. അത്ര പ്രകടമായി. നേരെ മറിച്ച് ഇവിടെ ഇപ്പം എനിക്കറിയാം, ഈ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഈ എറണാകുളത്ത് KV തോമസ് മാഷ മത്സരിക്കണം. KV തോമസിനെതിരായിട്ട് CPM-ന്റെ സ്ഥാനാർത്ഥി നിൽക്കുന്നു. ഞങ്ങൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു, നമ്മുടെ മൂലമ്പള്ളി പുറത്താക്കപ്പെട്ട സ്ഥാനാർത്ഥി മേരി ഫ്രാൻസിസ്. അതൊരു പ്രത്യക്ഷമായ സംഗതിയായി. അത് ഇന്ന് നമുക്ക് ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം വല്ലാർപാടം ടെർമിനലിൽ വന്നില്ല, ആ പാവങ്ങൾക്ക് ഇതുവരെ പുനരധിവാസവും കിട്ടിയിട്ടില്ല ഇത്രയും കൊല്ലമായിട്ട്. ഈ സമരത്തെ പൂർണ്ണമായും സോളിഡാരിറ്റി സപ്പോർട്ട് ചെയ്തു. സോളിഡാരിറ്റിയുടെ ഒരു യോഗത്തിൽ വെച്ച് ഇവരെന്നെ വിളിച്ചു പ്രഭാഷകനായിട്ട്. ഞാൻ പ്രഭാഷകനായിട്ട് ചെന്നു. ഞാൻ സോളിഡാരിറ്റിയുടെ മുഴുവൻ ആളുകളും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ പ്രഭാഷകനായി വിളിച്ചാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ പറയും. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുക. ആ തെരഞ്ഞെടുപ്പിൽ എൻ്റെ നിലപാട് നിങ്ങൾ മേരി ഫ്രാൻസിസിന് വോട്ട് ചെയ്യണമെന്നാണ്. വേറെ ഒന്നുകൊണ്ടല്ല. അവർ പറഞ്ഞു അല്ല, ഞങ്ങളുടെ തീരുമാനം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനാണ്. 2009 ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനാണ്. കാരണം KV തോമസിനെ തോൽപ്പിക്കണം. ഇപ്പോൾ KV തോമസ് എവിടെയാണെന്നുള്ളത് വേറെ കഥ. ഇതൊക്കെ ഒരു ചരിത്രമാണ്. എടപ്പള്ളിയിൽ നിന്ന് മഹായോഗത്തിൽ, അവരുടെ വലിയൊരു യോഗത്തിലാണ് ഞാൻ അവരുടെ സംസ്ഥാന പ്രസിഡന്റുകൾ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ എന്നെ വിളിക്കണ്ട. എന്നെ വിളിച്ചാൽ ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയും ഞാനൊരു സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റാണ്, മേരി ഫ്രാൻസിസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ചീഫ് ഇലക്ഷൻ ഏജന്റാണ്, അതുകൊണ്ട് മേരി ഫ്രാൻസിസിന് വോട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. അപ്പോൾ കുറേ ആൾ കയ്യൊക്കെ അടിച്ചു. പക്ഷേ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞു, അല്ല, ഞങ്ങളുടെ തീരുമാനം ഇങ്ങനെയാണ്. CR പറഞ്ഞതിന് CR-നോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ. ശരി, അല്ല, അതവരുടെ നിലപാടാണ്. ഞാൻ അതിനെ കുറ്റം പറഞ്ഞില്ല. അന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തതാണ് 2009. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ ഒന്നിച്ചൊരു വേദിയിൽ ഇരുന്ന് തർക്കിച്ച കാര്യം. എപ്പോഴാണ് CPM-ന് ജമാഅത്തെ ഇസ്ലാമി വിരോധമായത്? ഈ ജമാഅത്തെ ഇസ്ലാമി അത് കഴിഞ്ഞു. അന്ന് വെൽഫെയർ പാർട്ടി ഇല്ല. അത് കഴിഞ്ഞ് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുന്നു. AP ചോദിച്ച പോലെ പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾ വെൽഫെയർ പാർട്ടി? ഞാൻ പറഞ്ഞു, ഞാനില്ല. കാരണം ഒരു അധിഷ്ഠിതമായ അവർക്ക് എന്തായാലും അവസാനം അതാണ്. അതിൽ ഞാൻ നിൽക്കില്ല. കാരണം എനിക്ക് വിശ്വാസമില്ലാത്ത ഒരാൾ ഞാൻ അവിടെ പോയി നിൽക്കണതിനാ. ഇനി വെൽഫെയർ പാർട്ടി ഒരു സമരത്തിന് വിളിച്ചാൽ ഞാൻ പോകും. കാരണം അത് എനിക്ക് വിട്ട വിഷയമാണ്. എൻഡോസൾഫാൻ വിഷയത്തിൽ വെൽഫെയർ പാർട്ടി ഒരു പരിപാടി എടുത്താൽ ഞാൻ പോകും. കാരണം എൻഡോസൾഫാൻ ഞാൻ വിളിച്ച് BJP എടുത്ത് ഞാൻ ചിലപ്പോൾ ഒക്കൊള്ളുന്നില്ല. അതിലെനിക്ക് വ്യത്യാസം. BJP-യെ പോലും ഞാൻ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി കാണുന്നുമില്ല. അതാണ് എൻ്റെ ഒരു നിലപാടാക്കാര്യത്തിൽ. മാത്രമല്ല കേരളത്തിൽ നേരത്തെ AP പറഞ്ഞ പോലെ അവരുടെ റെലവൻസ് എന്താ? എത്ര കുറച്ചാളുകളെ അവരുള്ളൂ, എത്ര എണ്ണത്തിൽ. ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും അതെ. മാത്രമല്ല മുഖ്യധാര മുസ്ലിം സംഘടനകളെല്ലാം അവർക്കെതിരുവാണ്. ഈ കഴിഞ്ഞ ദിവസം മറ്റേ സുന്നി നേതാവ് പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി DUDF കൂടിയ ഞങ്ങൾക്കൊരു വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഇവരുടെ ആളുകൾ, സമസ്തയുടെ ആളുകൾ. അത് നമ്മൾ കേട്ടു. ഞാൻ പറഞ്ഞു അതൊക്കെ വേറെ വിഷയം. അത് അവർക്ക് എന്തുകൊണ്ട് തീരുമാനിക്കാം. ഒരു ഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി CPM അടക്കം സഖ്യം ചേർന്നിട്ടുണ്ട്. എന്നാൽ പാലോളി മമ്മൂട്ടി അത് പറഞ്ഞല്ലോ. ഞങ്ങൾ അദ്ദേഹത്തിന് നുണ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് നുണ പറയാൻ പറ്റില്ല. സത്യമാണത്. അതിപ്പോൾ ഞാൻ ആരൊക്കെ പറഞ്ഞാലും ഒന്നിച്ച് ഇവർ ഭരിച്ചിട്ടുണ്ട്. പല പഞ്ചായത്തുകളും ഭരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉണ്ടാവുന്നേ. ഞാൻ പറഞ്ഞാൽ അതൊന്നും ഒരു വിരോധമില്ല. പക്ഷെ ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുകയാണ്. ആ പ്ലേറ്റ് മാറ്റുന്നതിൻ്റെ കാര്യമല്ല. അത് യഥാർത്ഥത്തിൽ അതാ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയക്കെതിരെയല്ല. ഇത്രയും കാലം 96 അടക്കം 2009, 2014 വരെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16 തെരഞ്ഞെടുപ്പ് വരെ ജമാഅത്തെ ഇസ്ലാമി ഇവരുടെ കൂടിയാണ്, LDF-ൻ്റെ കൂടിയാണ്. അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി LDF-നാണ് ഭാഗികമായ ഒരു ചിലത് മത്സരിക്കും. ഇപ്പോഴും ഇനി ഉണ്ടാവും. ചിലപ്പോൾ അവർ മത്സരിക്കും, ചിലപ്പോൾ പിന്തുണ കൊടുക്കാതെ കൊടുക്കും. അതൊരു പാർട്ടി എന്നുള്ള എനിക്ക് അവർക്ക് എന്ത് തരും. ഇനി ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വെൽഫെയർ പാർട്ടിയിലേക്ക് ഞാൻ കാണുന്ന ഒരു വ്യത്യാസം,
ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടന എന്നുള്ള അർത്ഥത്തിലാണ്. അതെ. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അറ്റ്ലീസ്റ്റ് ഭരണഘടന അംഗീകരിക്കുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമി അതില്ല. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇല്ല, അവർക്ക് അവർ അതുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല അവർ തീരുമാനിച്ചു. പിന്നെ അവർ മാറ്റിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഭേദഗതി വരുത്തി. ഞാൻ പലരോടും ചോദിച്ചു, ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് പറഞ്ഞു മൗദൂദിയെ ഞങ്ങൾ വിട്ടിട്ട് എത്ര കാലമായി, ഇവരിപ്പോഴും നിൽക്കുക. അപ്പം ഞാൻ CPM കാരോടും ചോദിച്ചു, 48 കൽക്കട്ട തീസീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ വിലയിരുത്തിയാൽ ശരിയാവും? തെലങ്കാന സമരത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയാൽ ശരിയാവും? തെലങ്കാന സമരം ഇപ്പോഴും ആവശ്യം പറയില്ലേ? വേണ്ട, പുന്നപ്ര വയലാർ സമരത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണോ ഇപ്പോൾ ഉള്ളത്? കയ്യൂർ കരിവള്ളൂർ അല്ലല്ലോ. ഇപ്പോഴും പുന്നപ്ര വയലാർ, കരിവള്ളൂർ എന്നൊക്കെ ഇപ്പോഴും മുദ്രാവാക്യം വിളിക്കണ്ടല്ലോ. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അയ്യോ അതുകൊണ്ട് ഇവർ അക്രമകാരികളാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം ഇന്ന് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. അതുകൊണ്ട് പിന്നെ ഒരു സമരത്തിൽ, ഞാൻ ഇപ്പോഴും പറയും, ഒരു സമരത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും വരാം സമരവേദി. ഇവര് കീഴാറ്റൂർ സമരം വന്നപ്പോൾ കണ്ണൂർ, അതിൽ BJP വന്നു എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കി. ഞാൻ ഇവർക്ക് ഒരു പടം ഇട്ട് കൊടുത്തു, നമ്മുടെ ആറന്മുള വിമാനത്താവളത്തിന്റെ അതിന്റെ കൺവീനർ ആരായിരുന്നു? കുമ്മനം രാജശേഖരൻ കൺവീനർ ആയിരിക്കുന്നത്. അച്യുതാനന്ദൻ വന്നു, MA ബേബി വന്നു, പന്നിയൻ രവീന്ദ്രൻ വന്നു. ഈ വേദിയിലൊക്കെ ഞാനുണ്ട്. പ്രസാദിന്റെ കൺവീനർ, പ്രസാദും കൺവീനർ. ഞാൻ പറഞ്ഞു വന്നത് അത് വേറെ സമിതി, അതൊന്നും അല്ല, ഒരു സമിതി തന്നെ, ഒരു സമിതി തന്നെയാണ്. കുമ്മനം രാജശേഖരനും മറ്റേ ഇവരെല്ലാം ഒന്നിച്ച് ഒരു വേദിയിൽ ഇരുന്നിട്ടുണ്ട്. ഞാനതിന് തെറ്റ് പറയില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു ജനങ്ങളുടെ പ്രശ്നമാണ്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഇപ്പൊ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് കാണാൻ പാടുള്ളൂ. കാരണം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നിലപാടില്ല. നീ ഇപ്പൊ VM സുധീരന്റെ നിലപാടല്ലല്ലോ അവിടെ മറ്റേ KPCC ഉണ്ടാവില്ല. സുധീരൻ വന്ന് ആ സമരത്തിന് പൂർണ്ണമായും പിന്തുണച്ചില്ലേ? അത് ഉണ്ടാവണം. അത് ജനാധിപത്യമാണ്. ആ അർത്ഥത്തിൽ ഇന്നിപ്പോൾ CPMന്റെ അജണ്ട മാറി. അതാ ഞാൻ പറഞ്ഞത് 2024 ശേഷം 24 വരെ CAA വിരുദ്ധ സമരം അതുപോലെയുള്ള വിഷയങ്ങൾ പലസ്തീൻ വളരെ ശക്തമായി ഉയർത്തിയിരുന്ന ഇവർ ഇപ്പോൾ അതൊന്നും ഉണ്ടല്ലോ. 24 അടി കിട്ടിയപ്പോൾ അജണ്ട മാറ്റി അവർ ആയിക്കോട്ടെ, അവരുടെ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ളത് CPMന്റെ ആവശ്യമായിരിക്കും. എനിക്ക് ആ വോട്ട് BJPക്ക് പോകുന്നതിന് എനിക്കൊരു ഇഷ്ടമില്ല. CPMന് തിരിച്ചു കിട്ടുന്ന അഭിപ്രായം തന്നെ വ്യക്തിപരം എനിക്കുള്ളത്. കാരണം ആ വോട്ട് BJPക്ക് പോയി BJPക്കല്ലേ കിട്ടുക. അപ്പോൾ ആ വോട്ട് CPMന് തിരിച്ചു വരട്ടെ. പക്ഷെ അത് വരുന്നതിന് വേണ്ടി ഇപ്പൊ CPM കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ വർഗീയ കളിയാണ്. ഇത് സത്യത്തിലേ ഇപ്പോ അൺഡ്യൂ ഇമ്പോർട്ടൻസ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ CPM വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതലുണ്ട്. അത് അവരെ തന്നെ ശക്തിപ്പെടുത്തുകയല്ല ചെയ്യുക. അവരെ ശക്തിപ്പെടുത്തുമോ ദുർബലപ്പെടുത്തുമോ എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. കാരണം ആ പാർട്ടിയിൽ ഞാൻ പാർട്ടി മെമ്പറും അല്ല, എനിക്ക് ആ പാർട്ടിയിൽ ഒരു സ്ഥാനമില്ല, എനിക്കത് വിഷയമല്ല. നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പറല്ല ഇപ്പം ഞാൻ, അതും എനിക്ക് വിഷയമല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തോറ്റു എന്ന് ജയിച്ചു എന്നുള്ളതുകൊണ്ട് വലിയ ഇന്ത്യ ക്രിക്കറ്റ് കളി ജയിക്കണം തോൽക്കണമായി തന്നെ എനിക്കുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് ഇവരുടെ ശത്രുവായി അവർ കണക്കാക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ശക്തിപ്പെടാനും കൂടിയല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്താൽ അവർ ശക്തിപ്പെടും. എവിടെയായാലും ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ അടിക്കുന്നത് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയെ, ജമാഅത്തെ ഇസ്ലാമി എന്ന് എപ്പോഴും പറയണത് അത് വേറെ കഥ. വെൽഫെയർ പാർട്ടി ഇപ്പോഴും പറയുന്നത് CPMന്റെ ഇസ്ലാമോഫോബിയ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വെൽഫെയർ പാർട്ടിയാണ് UDFന്റെ അജണ്ട നിശ്ചയിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് തെക്കൻ കേരളത്തിൽ LDFന് കിട്ടിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാം? ഒരു മുദ്രാവാക്യം അവർ ഉയർത്തി, കേരളത്തിന് ഒരു മുസ്ലിം ഉപമുഖ്യമന്ത്രി. ഓർമ്മയുണ്ട്. 5ാം മന്ത്രി. അതൊക്കെ എങ്ങനെ 5ാം മന്ത്രി. ഈ വിവാദം ഇപ്പൊ 10 മന്ത്രിമാർ നായന്മാർ കേരളത്തിലുണ്ട്. നായന്മാരുടെ 10 മന്ത്രിമാരും പിണറായി മന്ത്രിസഭയിലുണ്ട്. നമ്മൾ ആരെങ്കിലും പറഞ്ഞു? ഇല്ല. പക്ഷേ ഈ വാദം ഉണ്ടല്ലോ CRA, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ ഒരു പ്രശ്നമല്ല, നെറേറ്റീവ് അല്ല. ശരിക്കും പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ ഉടനെ അത് ഇസ്ലാമിന് നേരെയുള്ള അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. CPM തിരിച്ചാ ചെയ്യണേ. ഇസ്ലാമിക വിരുദ്ധ പരിപാടി പറയുമ്പോൾ ഇസ്ലാം വിരുദ്ധം പറയാൻ പറ്റില്ലല്ലോ. അത് അതിന് പകരം ജമാഅത്തെ ഇസ്ലാമി പറയും. ഞാൻ പണ്ട് നമ്മുടെ ശൈലി പറയാറില്ലേ, പോത്തിനെ ചാരി ചാത്തനെ തല്ലാന്ന്. പോത്തിനെ അടിക്കണേന്നുള്ള ഭാഗത്ത് ചാത്തനെ അടിക്കുകയാണ്. പോത്തിനെ കൊണ്ടുവരുന്ന പാവം ചാത്തനെയാണ് അടിക്കണേ. ഞാൻ അടിക്കുന്നത് പോത്തിനെയാണ്, പക്ഷെ കൊള്ളണ ചാത്തന. ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് അവിടെ വേറൊരു കുഴപ്പം കൂടി നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഫോക്കസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാമിക ലോകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ അടുപ്പം കൂടാനും സാധ്യതയുണ്ട്. കാരണം ആവശ്യമായിട്ട് ഇനി CPMനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും മദനിയെ തള്ളി പറഞ്ഞിട്ടില്ല. മദനി VS-നേക്കാൾ വലിയ നേതാവായി വാഴ്ത്തപ്പെട്ട. ഇനി ഒരു കാര്യം കൂടി, ഈ 92 ബാബറി മസ്ജിദ് തകർക്കുന്നു.
കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ നമ്മൾ പറഞ്ഞാണ് കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക് നമ്മൾ കണ്ടൊരു സന്ദർഭമല്ലേ അത്. തീർച്ചയായിട്ടും ശിഹാബ് തങ്ങൾ ശിഹാബ് തങ്ങൾ നല്ല നിലപാട്, സ്ട്രോങ് ആയിട്ട്. അതിന് പക്ഷെ അതിനെതിരായി പോയാരാ? INL. അതെ, INL ഇപ്പോൾ എവിടെയാ? കൂടെ ഉണ്ട്, ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ട്. ഇടതുപക്ഷത്തിന് കൂടെ INL നിർത്തിയിട്ടാണ് ഈ കഥ മുഴുവൻ പറയുന്നത്. അന്നത്തെ മുസ്ലിം ലീഗിന് തീവ്രവാദം പോരാ, മുസ്ലിം ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ ആളാണ് ഇവര് സുലൈമാൻ സേട്ട്, അന്നത്തെ ഇവര് മറ്റേ മദനി ഗ്രൂപ്പ് ഒക്കെ, അവരൊക്കെ ഇടതുപക്ഷത്താണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് എക്സ്പോസ്ഡ് ആവും, ഇത് എക്സ്പോസ്ഡ് ആവും. പക്ഷെ ഇപ്പോൾ ഒരു നറേറ്റീവ് അവർക്ക് വേണം, ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് വേണം. അത് തെക്കൻ കേരളത്തിലെ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു നറേറ്റീവ് മാത്രമാണ്. അതിന് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു എന്ന വ്യാജാന ഞങ്ങൾ മുസ്ലിം സമൂഹത്തിനെതിരാണ്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനെതിരാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ, മുസ്ലിം തീവ്രവാദമാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ചുരുങ്ങിയത് മുസ്ലിം പ്രീണനത്തിന് ഞങ്ങളില്ല ഇല്ല എന്ന് പറയലാണ്. പ്രീണനം വേണ്ടെന്നേ. എനിക്ക് ഈ മുസ്ലിം പ്രീണനം, ക്രിസ്ത്യൻ പ്രീണനം, ഹിന്ദു പ്രീണനം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഭരണഘടനാപരമായ ഒരു അവകാശം ഓരോരുത്തർക്കും ഉണ്ടല്ലോ. അല്ല, അതെ, പ്രീണനം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അർത്ഥമില്ല. അപ്പീസ്മെന്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയിട്ട് കൊടുക്കാതിരിക്കില്ല, തട്ടിപ്പാണ്. അല്ല, അത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, നമ്മളങ്ങനെ വർഗീയ പറയാൻ പാടില്ലെങ്കിലും കേരളത്തിലെ ചീഫ് സെക്രട്ടറിമാരിൽ എത്ര പേര് മുസ്ലിം ഉണ്ടായിട്ടുണ്ട്? ഒരാൾ മാത്രമേ. ഒരാൾ കുറച്ച് കാലം, വളരെ കുറച്ച് കാലം. എന്തേ കേരളത്തിൽ മുസ്ലിങ്ങളില്ലാണ്ട് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പവർഫുൾ കമ്മ്യൂണിറ്റി അല്ലേ മുസ്ലിം? കേരളത്തിലെ നായർ കമ്മ്യൂണിറ്റി എത്ര കുറച്ചുണ്ട്? ഈവൻ ഞാൻ ജനിച്ചു വളർന്ന ഒരു നമ്പൂതിരി കമ്മ്യൂണിറ്റി ഉണ്ട്. ആകെ കാലയറിക്കാൽ മഹാണിയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0.001% പോലും ഉണ്ടാവില്ല. അതിൽപ്പെട്ടതാണ് ഈ പോറ്റിയൊക്കെ. ഞാൻ പറഞ്ഞു മനസ്സിലായി. അവരെത്ര പേര് കേരളത്തിലെ ഉന്നത പദവികളിലുണ്ട്? തമിഴ് ബ്രാഹ്മിൻസ് എടുക്കൂ, നായരെടുക്കൂ, റോമൻ കാത്തലിക് മറ്റേ ക്രിസ്ത്യാനികൾ എടുക്കൂ. എന്തുകൊണ്ടാണ് അവർ കൂടുതൽ വരുന്നത്? നമ്മൾ ചോദ്യം ചോദിക്കേണ്ടതാ. അത്ര പോലും ഈഴവരില്ല, അത്ര പോലും ഇവരില്ല. അപ്പം ഞാൻ ജാതി വരണമെന്നല്ല, പക്ഷെ ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വേണമല്ലോ അധികാരത്തിൽ. അപ്പം സ്ത്രീകൾക്ക് എന്തിനാ 50% കൊടുക്കണമെന്ന് പറയണേ? അല്ല, അങ്ങനെ പറഞ്ഞു വരുമ്പോൾ സിയാറേ, അക്കാര്യത്തിലും ജമാഅത്തെ ഇസ്ലാമി ഈ സമൂഹത്തെ പുറകോട്ട് നയിച്ചതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അല്ല, അതേ പറഞ്ഞു, സർക്കാർ ഉദ്യോഗത്തിന് പോകാൻ പാടില്ല. അല്ല, അതൊരു കാലം. ഞാൻ പറയാം, ഇപ്പൊ മത്സരിച്ച് കിതച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ കമ്മ്യൂണിറ്റിയെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ നമ്മൾ ഈ അർഹമായ റെപ്രസെന്റേഷൻ സമയത്തിന് കിട്ടാതെ പോയതിൽ ഇവരൊക്കെ പങ്കുവഹിച്ചു. തീർച്ചയായിട്ടും. അല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പല സംഘടനകളും അത് ആ സാധനം പെട്ടെന്ന് മാറിയല്ലോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ വിദേശ സർവകലാശാലകളിലേക്കും ഡൽഹി സർവകലാശാലയ്ക്കും മുസ്ലിങ്ങളാണെന്ന് മാത്രമല്ല, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കേന്ദ്രമുണ്ട് ജമാഅത്തെ ഇസ്ലാമി, ഹിറ സെന്ററിൽ. എനിക്കറിയാം. ഞാനിപ്പോ ഡൽഹിയിലൊക്കെ ചെല്ലുമ്പോൾ, ഡൽഹിയിൽ ഇപ്പൊ എന്റെ 2 മക്കളും ഡൽഹി പഠിച്ചവരാ, JNUവിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും പഠിച്ചവരാ. അപ്പോൾ അവരെ കാണുമ്പോൾ അവരുടെയൊക്കെ സുഹൃത്തുക്കൾ മലബാറിൽ നിന്നുള്ള മുസ്ലിങ്ങളാണ്. അവരൊക്കെ പറയും ഞങ്ങൾ ഇവരെ ജമാഅത്തെ ഇസ്ലാമി, അവരുടെ ട്രെയിനിങ്, ജമാഅത്തെ ഇസ്ലാമിക്കാരൊന്നുമല്ല അവർ, പക്ഷെ ഇവരെ ഉയരാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കാലത്തുണ്ടാവും, നമ്പൂരി സമുദായം ഒരു കാലത്തുണ്ടായിരുന്നില്ല അങ്ങനെ പഠിക്കാൻ പോരുതെന്ന് പറയുന്ന ഒരു നമ്പൂരി സമുദായം. ഒരു കാലമാണ്. അത് കഴിഞ്ഞാൽ നിങ്ങളത് മാറണം. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി അക്കാര്യത്തിൽ മാറി എന്നുള്ളത് ഉറപ്പാണല്ലോ. ഞാൻ അതാ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ മാറണം. എല്ലാ സമുദായവും അങ്ങനെ മാറണം. പിറകോട്ട് വലിക്കുന്ന ഒരു സംഗതി ആവരുത്. പക്ഷേ ഇത്രയും കൊല്ലം നമ്മൾ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടും, ഇന്നലെ കുഞ്ഞാമ സാറിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു ഇന്നലെ. ഞാനൊരു കുഞ്ഞാമൻ്റെ, എൻ്റെ വലിയ ബഹുമാനമുള്ള എൻ്റെ അടുത്ത സുഹൃത്തുമാണ്, വലിയ സ്നേഹമാണ്. അദ്ദേഹത്തിന് വല്ലാത്തൊരു അവസ്ഥ വന്നുപോയി, അതിന് ഭാര്യ മരിച്ചു പോയി, സുഖം വന്നുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം ഞാനിട്ട പോസ്റ്റ്, കേരളത്തിൽ ഇന്ന് വരെ SC വിഭാഗത്തിൽ നിന്ന് ST ഇല്ല പോട്ടെ, ഒരു വൈസ് ചാൻസലർ വന്നിട്ടില്ല. SC ആയിട്ടോ? ഇല്ല, ഒരാളും വന്നിട്ടില്ല. ഇത്ര യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇത്രയധികം യൂണിവേഴ്സിറ്റി ഉണ്ട്. കുഞ്ഞാമ സാറൊക്കെ എന്നേ ആവേണ്ട ആളാണ്. ശരി, ആ കാലിബർ അനുസരിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയായാലും ഇപ്പോൾ CPM ഇടതുപക്ഷവും ജമാഅത്തെ ഇസ്ലാമിയോട് എടുക്കുന്ന സമീപനം തീർത്തും രാഷ്ട്രീയമായ അവസരവാദമാണെന്നോ അതല്ല ഈ കാലത്തോട് തന്നെ ചെയ്യുന്ന ഒരു പാതകമായി തീരുന്നുണ്ട്, ഒരു അറിഞ്ഞോ അറിയാതെയോ ഒരു ഇസ്ലാമോഫോബിക് ആവുന്നുണ്ട് എന്നാണോ? അത് തോന്നും ആളുകൾക്ക്. അങ്ങനെ തോന്നൽ ഉണ്ടാക്കാൻ പാടില്ല CPM പോലെ ഒരു പാർട്ടി. ഞാൻ അതാണ് പറയുന്നത്. അവർക്കൊരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇന്നത്തെ ഒരു ആഗോള സാഹചര്യത്തിൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ രണ്ടും നമ്മൾ നോക്കണം. ഇപ്പോൾ ട്രംപ് അടക്കമുള്ള ആളുകളൊക്കെ ഇതന്നെയല്ലേ പറഞ്ഞിരുന്നത്, ഹമാസിനെതിരാ, ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരല്ല. പക്ഷെ അന്തിമമായി എങ്ങനെയാണ് വരുന്നത്? ഇസ്ലാമോഫോബിയാണത് വരുന്നത്. ഞാൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഇസ്ലാം പ്രേമിയോ ഹിന്ദു റിസൾട്ട് അതാണ്. അത് CPM ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന.
അത് ജമാഅത്ത് ഇസ്ലാമിയെ ഇത്രയും വലുതാക്കി കാണിച്ച് യെസ്. അവരാണ് ഇവിടുത്തെ അജണ്ട മുഴുവൻ നിശ്ചയിക്കുന്നത്, മുസ്ലിം അജണ്ട നിശ്ചയിക്കുന്ന അവരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പണി ചെയ്യാൻ പാടില്ല. പല തലത്തിൽ പല മുനകളുള്ള അബദ്ധമാണ് CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ജമാഅത്തെ ഇസ്ലാമിയെ അടുത്തറിയുകയും എന്നാൽ CPMന്റെ ദീർഘകാലം CPMന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്ത ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ CR ഉറപ്പിച്ചു പറയുന്നു, ചരിത്രപരമായ അബദ്ധമാണ് CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.